ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഡോക്ടർ അപർണാനന്ദ് ഹിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആവണമെന്നില്ല. MBBS എബ്രോഡ് നോക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് വിടാം. കാണുന്നതിന് വിരോധമൊന്നുമില്ല കേട്ടോ. അപ്പം ഇപ്പൊ നീറ്റ് റീ എക്സാം വെച്ചേക്കുവാണല്ലോ. അപ്പോൾ കുറച്ചധികം മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ചേച്ചി എന്ത് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആകെ ടെൻഷനായി. കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുക. റീ എക്സാം മീൻസ് നിങ്ങൾ പഠിച്ചത് റിവിഷൻ ചെയ്യുക, അല്ലാതെ പുതുതായിട്ടൊന്നും പഠിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യരുത്. എന്ത് പഠിച്ചോ വീണ്ടും വീണ്ടും റിവിഷൻ അതേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഉള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എക്സാം ടെൻഷൻ കാരണമായിരിക്കും. കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വിത്തൗട്ട് നീറ്റ് MBBS പറ്റുമോ എന്നുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് ഇന്ത്യയിൽ പറ്റില്ല, ബട്ട് എബ്രോഡ് നിങ്ങൾക്ക് വിത്തൗട്ട് നീറ്റ് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പറ്റും. പിന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ എവിടെ വേണം പറ്റും. അതിനൊക്കെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ വിത്തൗട്ട് നീറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടിയൊരു ചാൻസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എക്സാം കാര്യമായിട്ട് കൊടുക്കുക. ബൈ ദ വേ, എനിക്ക് ചിലപ്പോൾ എൻ്റെ വോയിസ് കുറച്ച് ക്ലിയർ അല്ലാതായിരിക്കും. എനിക്ക് ഫീവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വോയിസ് ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി ഈ വീഡിയോ ഇപ്പം അത്യാവശ്യമാണ്, അതുകൊണ്ടാട്ടോ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉള്ളത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആവറേജ് ഫാമിലി ഉള്ള കുട്ടിയാണെങ്കിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് കുറച്ച് ആൾക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കമന്റ്സിനകത്തും കണ്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമുക്കൊരു 30 ലാഖിലൊക്കെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിലെ ഫീസല്ല ഞാൻ പറഞ്ഞത്, ഫോർ എൻ്റെ കോഴ്സ് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ നമുക്ക് വരുമ്പോൾ ഒരു 30 ലാഖിലൊക്കെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഫുള്ളി ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ NMC നോംസ് എല്ലാം ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ്, നല്ല അക്കാഡമിക്സ് ഒക്കെയാണ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. കാര്യം ഞാൻ ഈ ഒരു ലിസ്റ്റോ കാര്യങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4-5 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ആ കോളേജിനെ പുറകെ പോകുമ്പോൾ ഈ ഫീസോ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊന്നും വീഡിയോസിൽ കൂടെ പറയാത്തത്. ഇപ്പോഴും 2 വർഷം 3 വർഷം മുമ്പുള്ള വീഡിയോസിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സോ 2026 നമുക്ക് NMCയുടെ എല്ലാ നോംസും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു 30 ലാഖിലൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റീസ് എബ്രോഡിൽ അവൈലബിൾ ആണ്. നമുക്ക് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ റിവിഷൻ നടത്തി എക്സാം അറ്റൻഡ് ചെയ്യുക. ബാക്കിയൊക്കെ പിന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പറ്റി അറിയാനോ അല്ലെങ്കിൽ വിത്തൗട്ട് നീറ്റ് പോകുന്നതിനെ പറ്റി അറിയാനാണെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ റഷ്യയിൽ ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയാനാണെങ്കിൽ പോലും അതിനെ കൊണ്ട് എനിക്ക് അറിയാമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ. ബൈ.